ഹലോ, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയാലോ. നമ്മൾ ചാവക്കാടുള്ള ഫാമിലിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ചേട്ടൻ കുറേ ഇലകളൊക്കെ തരും കേട്ടോ. അയ്യോ, അപ്പം അടുത്തതായി കുതിരയ്ക്കാണ്. കുതിരയ്ക്ക് ഇല കൊടുക്കാൻ പോകുന്നു. ചെറിയ കഷ്ണം കേട്ടോ തന്നത്. എൻ്റെ കൈ കടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷെ കുഴപ്പമില്ലായില്ല. അപ്പം ഓരോരുത്തരും കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അമ്മ അതേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ട് കൊടുക്കാൻ. അടുത്തതനിയത്തി, അവൾക്ക് തൊടണം എന്നുണ്ട്, എന്നാ പേടിയുമുണ്ട്. എന്നതേ നമ്മളങ്ങനെ നടന്ന് കുതിരയുടെ അപ്പുറത്ത് ഡോങ്കി ഉണ്ടായി. പിന്നെ അത് നിൽക്കുന്നത് മിനി ഹോഴ്സ്. ഇത് ഡോങ്കി. ഇതിന് മുടിയൊക്കെ നോക്കിയാലേ എന്താ രസം. അമ്മേനെ തൊട്ടായിരുന്നു കേട്ടോ. കുറേ പ്രാവുകൾ ഇങ്ങനെ താഴെ ഇങ്ങനെ നടക്കണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കൂ, കോഴികളെ എല്ലാം കവറടിച്ച് വെച്ചേക്കുന്നത്. നല്ലൊരു ക്യൂട്ടുണ്ട് കാണാൻ. പോകുന്നത് ആ മുളയമിൽക്ക് നോക്കിയ റൈറ്റ് സൈഡിൽ താഴെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അതിന് തോളത്ത് വെക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ കിളി പോയി സാധനം വെച്ചപ്പോൾ ഇത് വേറെ സാധനം, കുഞ്ഞി അണ്ണാൻ പോലത്തെ സാധനം വേണ്ടി പറക്കണത്. പാവത്തിന് ടയേർഡായെന്നാണ് ആ ചേട്ടനാന്ന് പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ കയ്യിലെടുത്തെടുത്ത് അമ്മയുടെ മേത്തേക്ക് ചാടും. അയ്യോ, നല്ല രസമായതുകൊണ്ട് അതിനെ കയ്യിലെടുക്കാൻ. തത്തുമ്മ, ഞങ്ങൾ തത്തമ്മയെ എടുത്തിട്ട് അച്ഛാ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായി. ഞാനും എൻ്റെ കയ്യിൽ വെച്ചിട്ടാ. എന്ത് ക്യൂട്ടായിരുന്നു അവന്. ഹലോ എന്ന് വിളിച്ചപ്പോൾ അവനിങ്ങനെ നോക്കുന്നുണ്ടായിട്ട്. അയ്യോ, ഇതിൻ്റെ കാര്യത്തിൽ ഇത്തിരി വിഷമം തോന്നിയിടി. ഒട്ടകല്ലേ? ഒട്ടകം. ഇതിനെ കാണാൻ വന്നപ്പോൾ ഇത് എൻ്റെ മടിയിൽ കയറി കുത്തിയിരുന്നു. അതിനെ തൊടുമ്പോട്ടല്ലോ ഭയങ്കര ഇതായി ഫീലാണ് അത്. ഇതിനെ വിളിക്കാൻ നോക്കിയിട്ട് അമ്മ അങ്ങനെ കൊട്ടിയിട്ട് പിന്നെ നേരെ ഒറ്റ ചാട്ടം. പിന്നെ നോക്കുമ്പോൾ തേള്, എട്ടുകാലി മുതലായവ എല്ലാതും താഴത്തെ നിരപ്പിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായത് സുബ്രൂട്ടൻ
റംബൂട്ടാനെ കണ്ടിട്ട് പേടിച്ച്. ഇതങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പല കളറിലുള്ള പാമ്പുകൾ, കറുപ്പ്, മഞ്ഞ, വെള്ള, പലതരം പാമ്പുകളൊക്കെ ഉണ്ട്. ഇനിയാണ് കഥ. ഇത് ഈ ഒരു മലമ്പാമ്പിന് അമ്മ തോളത്തിടാനുള്ള പരിപാടിയാണ് കേട്ടോ. ചേട്ടൻ ഇട്ട് കൊടുത്ത് അതിനെ പിടിക്കേണ്ട രീതിയൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അത് കയ്യിൽ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. ഈ മഞ്ഞാണ്. അത് ചുവപ്പ് മിക്സ്. ഇവിടെ ഒരാൾ ഭയങ്കര കുളിയായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് കുറേയൊക്കെ നോക്കി. ആര് നോക്കാൻ. ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഇതിനെ കണ്ടിട്ട് അച്ഛൻ ബാക്ക്ഗ്രൗണ്ടിൽ പറയണ്ടായിരുന്നു, ഇതേ നിങ്ങളെന്ന്. ഏത് നേരം കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇതേ ഇനി അനിയത്തി പോയിട്ട് പാമ്പിനെ തോളിലിട്ട്. എല്ലാവർക്കും ഒരു പൂതി, അതിനെ തൊടണം, എടുക്കണം. പിന്നെ ഭയങ്കര ചർച്ചയായി. ചേട്ടാ ഇതേത് പാമ്പാ, അതേത് പാമ്പാ, അതൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ചേട്ടനെല്ലാം ഒന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെപ്പറ്റി. ഇവനൊറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് അവൻ പാവം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ദേ ഇവിടെ ഒരാൾ തല കുത്തി നിന്നിട്ട് വെള്ളം കുടിക്കുന്നു. പിന്നെ ഇവനും അവൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള കോഴികളുണ്ടായിരുന്നു. ഇതിനൊക്കെ നോക്കിയാലേ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വേറെ ഉണ്ടായിരുന്നു, ഒരു ബ്രൗണ്. നല്ല രസമുണ്ടായി കാണാൻ. ഇങ്ങനെ ഒരു പച്ച തത്തുമ്മ. അവൻ ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ. നമ്മൾ കുറേ വിളിക്കാനൊക്കെ നോക്കി, പക്ഷെ നോക്കിയില്ല. അങ്ങനെ അപ്പുറത്തോട്ട് നോക്കി നിന്നവൻ നമ്മളെ നോക്കിയപ്പോൾ കുറഞ്ഞ വീഡിയോ എടുത്തതാണ്. ഇത് തല പൊക്കി നോക്കുന്നു, താത്തി നോക്കുന്നു, എന്തൊക്കെയായിരുന്നു. നമ്മൾ ആ കിളിക്കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിളിക്ക് തീറ്റ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കാ ചേച്ചി ഒരു കുഞ്ഞ് ആപ്പിളിൻ്റെ കഷ്ണം കയ്യിൽ തന്നിട്ട്, പൊക്കി പിടിക്കും മോളെ, പൊക്കി പിടിക്കുമെന്ന് പറഞ്ഞു. പൊക്കി പിടിച്ച് നോക്കുമ്പോൾ ആരും വരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് 2 പേര് വന്നിരുന്ന് അവർ തല്ലുകൂടുന്നുണ്ട് കയ്യിലിരുന്നിട്ട്. എനിക്കിതാ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരെയും കണ്ടതേ ഞാൻ ഈ പതുങ്ങി പോണത് എന്തിനാന്നാ. യെസ്, പാമ്പിന് കഴുത്തിലിടാൻ. ചേട്ടൻ എന്നോട് ചോദിക്കണ്, ഇടുമോ കഴുത്തിലിടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ അതിനങ്ങനെ എടുത്ത് എൻ്റെ തലയിൽ അങ്ങനെ ഇട്ടെന്ന് ഏതാണ്ടൊരു ഗോൾഡ് മെഡൽ ഇട്ട് തരണ പോലെ. ഞാനിങ്ങനെ ഈശ്വരാ അത് പിടിച്ചിട്ട് ഇത് തിരിച്ചെങ്ങാനും മുഖം തിരിച്ച് കൊത്തോന്നുള്ള പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും ചെയ്തില്ല. പിന്നെതാ പലതരത്തിലുള്ള തറക്കൂട്ടങ്ങൾ. ഇതാ തലയിൽ തൊപ്പിയുള്ള താറാണ്. പിന്നെ മയിൽപ്പീലി പോലത്തെ തറക്കൂട്ടങ്ങൾ. ദൈവനെ നോക്കിയേ, നമ്മൾ ഈ കണ്ടീഷണറും സാധനങ്ങളൊക്കെ ഇട്ട് തല എന്തൊക്കെ നോക്കിയിട്ട് ഒന്നും ശരിയാവില്ല. അപ്പം ഇവൻ്റെ ഇതൊന്നും നോക്കിയേ, തലയിലൊക്കെ പിടിച്ച് തൊടാൻ നോക്കിയിട്ടാ കടിക്കുമെന്ന്.
പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലുള്ള പിള്ളേർ എന്നെ മൂന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഇവരായിട്ട് വളരെ നല്ല ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇവരെ കാണാൻ എനിക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് അവസാനം കണ്ടുമുട്ടി അവനായിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ദിവന് കുറച്ച് ഫുഡും കൊടുത്തു നമ്മൾ തിരിച്ചു പോന്നിട്ടാ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ കാണാൻ. തത്തമ്മകളൊക്കെ കയ്യിൽ വന്നിരുന്നപ്പോൾ ഏതാണ്ട് ഓട്ടയ പോലെയായി, പക്ഷെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിലൊരു തത്തമ്മ ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ പാമ്പ് കുത്തിയിട്ട് അത് ചത്തുപോയി. എന്നേലും മൂത്ത തത്തമ്മയായിരുന്നു അത്. അപ്പം ഇവരെ കയ്യിലെടുത്തപ്പോൾ എനിക്ക് എൻ്റെ പാച്ചുവിന് ഓർമ്മ വന്നു. അങ്ങനെ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.